അവളിപ്പോ ഉറങ്ങാണ്. ചുമ്മാ ഇനി അവിടെ പോയി ഡിസ്റ്റർബ് ആക്കണ്ട. ആ ശരി. ആരതി, അമൂലിക്ക് എന്താ ഏറ്റവും ഇഷ്ടം? പാൽപായസം, മസാല ദോശ, ഇഡ്ഡലിയും ചട്നിയും. ശരി ആരതി, നീ ഇപ്പൊ തന്നെ പായസം ഉണ്ടാക്ക്. മോളെ നീ മസാല ദോശ ഉണ്ടാക്ക്. ആ അഞ്ജലി, നീ കൊച്ചുകുട്ടിയല്ലേ, വേണ്ട. ആദ്യ പോയി ഇഡ്ഡലി ഉണ്ടാക്ക്. എന്താ എല്ലാരും അന്തം വിട്ട് നിൽക്കുന്നേ? എടാ വിക്കി, നീ പോയി ഹെൽപ്പ് ചെയ്തേ. എല്ലാരും പേഷ്യന്റിനെ കാണാൻ മാത്രം വന്നാ പോരാ, അതല്ല ഇപ്പൊ വേണ്ടത്. കെയർ ചെയ്യാൻ വേണം. നോക്കി നിന്ന് വെറുതെ സമയം കളയണ്ട. അപ്പൊ ചേട്ടനോടെ പോണു? ഞാൻ അമൂല്യയുടെ കൂടെ. നിനക്ക് പറഞ്ഞിട്ട് എന്തിനാ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. എല്ലാരും ജോലി ചെയ്യാൻ നോക്ക്. എന്താ എല്ലാരും ചിരിച്ചോണ്ട് നിൽക്കുന്നേ? നടക്ക്, പറഞ്ഞ പണി ചെയ്യേ. ചേട്ടാ, അമ്മൂന് പനി പിടിച്ചിരിക്കല്ലേ, ഇതൊക്കെ കൂടി ഉണ്ടാക്കി കൊടുത്താ ഈ സമയത്ത് ദഹിക്കില്ല. ഓ അങ്ങനെ ഉണ്ടല്ലേ, ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. അപ്പൊ ഇനി എന്തൊക്കെയാ കഴിക്കാൻ പറ്റുക? അതെല്ലാം ഞാൻ റെഡിയാക്കിക്കോളാം ഏട്ടാ. ഏട്ടൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. 15 മിനിറ്റായി. അമ്മൂലിക്ക് മരുന്ന് കൊടുക്കണം. അമൂല്യയുടെ പനി പെട്ടെന്ന് മാറണം. ഇല്ലെങ്കിൽ ഈ വേദാന്തേ നമ്മളെ എല്ലാവരെയും കൂടി പനി പിടിപ്പിക്കും. അത് ശരിയാളിയാ. ചേട്ടൻ നമ്മളെല്ലാവരെയും ഒന്നിച്ച് ഞെട്ടിച്ചിരിക്കുക. ഞാൻ നോക്കാം. എന്തിനാടോ ഓവർ ആക്ടിങ് ചെയ്യുന്നത്? നിന്നോട് ഇങ്ങോട്ടാരാ വരാൻ പറഞ്ഞ? ചെറിയൊരു പനി വന്നു, അത്രേ ഉള്ളൂ. അയ്യോ, ബോസ് മെസ്സേജ് ചെയ്തിരുന്നു, മേഡത്തിന് കുറച്ച് സീരിയസ് ആണ്, അർജന്റ് ആയിട്ട് വരണമെന്ന്. അത് കേട്ടപ്പോ എന്തോ പറ്റിയെന്ന് കരുതി ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. നീ ഒന്നത് ആദ്യം നിർത്ത്. അയ്യോ, ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിലോട്ട് പോകുന്ന കാര്യ. ബോസ് ഇനി വന്നില്ലല്ലോ അല്ലേ? അല്ലെങ്കിൽ ഞാൻ ലേറ്റ് ആയിട്ട് വന്നെന്ന് അറിഞ്ഞാ എന്റെ 1 വർഷത്തെ ശമ്പളം ബോസ് കട്ട് ചെയ്ത് കളയും. എന്തിനാ എല്ലാവരും ഇങ്ങനെ റിയാക്ഷൻ ഇടുന്നേ? ഇനി ബോസ് ശരിക്കും ഇങ്ങോട്ടേക്ക് വന്നോ? അതോ അമൂല്യ മേഡത്തിന് ഇനി എന്തെങ്കിലും? അമ്മൂനൊന്നും പറ്റിയിട്ടില്ല, അവള് നന്നായിട്ടിരിക്കാം. ചേട്ടൻ നേരത്തെ വന്നല്ലോ, നിനക്ക് വല്ലതും കുടിക്കാൻ തരട്ടെ? എന്ത്, ബോസ് നേരത്തെ എത്തിയെന്നോ? അങ്ങനെയാണെങ്കിൽ ഒരു വലിയ ക്യാനിൽ നിറയെ വെള്ളം എടുത്തോ, ടെൻഷൻ അടിച്ചിട്ട് ബോഡി. ഞാൻ എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല അല്ലേ? എന്തിനാ ഇപ്പൊ എണീറ്റത്? വെള്ളം കുടിക്കാന്ന് വിചാരിച്ച് എഴുന്നേറ്റതാ. നിങ്ങൾ പൊയ്ക്കോ, എനിക്ക് വലിയ രോഗമൊന്നുമില്ല, ചെറിയ പനി അത്രേ ഉള്ളൂ. അതും ഇപ്പൊ കുറഞ്ഞല്ലോ. തെർമോമീറ്റർ വായിലിട്ട് ചെക്ക് ചെയ്തത് നീയാണോ ഞാനാണോ? നിന്റെ ഫീവർ എത്രയെന്ന് ചെക്ക് ചെയ്തത് നീയാണോ ഞാനാണോ? പനിയൊന്നും ഇല്ലാത്രേ. നിനക്ക് വേണ്ടതൊക്കെ ഇവിടെ എത്തിക്കാന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? പിന്നെ എങ്ങോട്ടാ എഴുന്നേറ്റ് പോന്നേ? സാരമില്ലേ, പോട്ടെ. ഇനി അതിന് മുഖം വീർപ്പിക്കണ്ട. ഇങ്ങോട്ടിരിക്കേ. ഇങ്ങോട്ട് ചാരി ഇരിക്കാനേ പറഞ്ഞേ.
അമ്മു, ചേട്ടൻ കഞ്ഞി ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു, ഇന്നത് കുടിച്ചേ. കഞ്ഞി എനിക്ക് വേണ്ട. ഒരെണ്ണം പൊട്ടിച്ചോണ്ടല്ലോ. കുടിക്കാൻ പറഞ്ഞ കുടിച്ചിരിക്കണം. കഞ്ഞി എന്ന് പറയുന്ന എനിക്ക് ഇഷ്ടമല്ല. അതിന് കുറച്ചു പോലും രുചി കാണില്ല, അറിയാവോ? ഈ കഞ്ഞി നിനക്കല്ല, നിന്റെ പനിക്ക് വേണ്ടിയാ. ആൻഡ് ബൈ ദ വേ, മെഡിസിൻ കഴിച്ചോണ്ട് മാത്രം കാര്യമില്ല. നിന്റെ വയറ്റിലേക്ക് എന്തെങ്കിലും ഭക്ഷണം എത്തണം. ആരതി, ഇങ്ങതാ ഞാൻ കുടിപ്പിക്കാം. കുടിക്ക്, കുടിക്ക്. ചേട്ടന് അമ്മുവിനോടൊപ്പം സ്നേഹമുണ്ട്. അത്രയും വലിയ കമ്പനിയുടെ ഓണറായിട്ടും അമ്മുവിന് സുഖമില്ലാന്ന് അറിഞ്ഞപ്പോ തന്നെ എല്ലാ ജോലിയും വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് ഓടി വന്നില്ലേ? എനിക്ക് വേണ്ട, മതി. പനി പിടിച്ചത് എനിക്കല്ല, നിനക്കാ. ഇത് കുടിച്ചേ പറ്റൂ. ചുമ്മാ വാശി എടുക്കല്ലേ. വാശി കാണിക്കാനുള്ള സമയമല്ല ഇത്. കുടിക്ക്. നിങ്ങൾ ഒരു പ്രാവശ്യം കുടിച്ചു നോക്കാം, അപ്പൊ മനസ്സിലാവും. ഞാൻ ചുമ്മാ പറഞ്ഞൊന്നല്ല. നന്നായിട്ടുണ്ടല്ലോ. നീ പറഞ്ഞ ഒരു കുഴപ്പമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. കുടിക്ക്, കുടിക്ക്. ദൈവമേ, എത്രയും പെട്ടെന്ന് ചേട്ടന് ഇവളോട് സ്നേഹം തോന്നണേ. അതുപോലെ അമ്മുവിന് അവളുടെ പ്രണയം തുറന്നു പറയാനുള്ള ഒരു മനസ്സുണ്ടാക്കണേ. ഏയ്, നീ എങ്ങോട്ടാ പോകുന്നേ? കയ്യിൽ എന്തിനാ കയറ് കിട്ടിയേ? നിങ്ങൾ ഇവിടെയാണ് കിടന്നേ. ഇവിടെ എന്താ സംഭവിച്ചേ? എനിക്ക് പേടിയാവുന്നു. നിങ്ങൾ ഇങ്ങനെയുള്ള മനുഷ്യരാണെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. നിങ്ങൾ സത്യമായിട്ടും ഇവിടെയാണോ കിടന്നേ, അതോ സ്വപ്നമാണോ? എടീ, ഛീ, നിനക്കൊരു മാറ്റമില്ല അല്ലേ? ഇനി ഇത് സ്വപ്നാന്നൊന്നും വിചാരിക്കണ്ട, ഇത് റിയലാ. ശരി, ആയിക്കോട്ടെ. ഈ കയറൊക്കെ എന്തിനാ? ഇതിങ്ങനെ കെട്ടിയില്ലെങ്കിലേ നീ എങ്ങനെ ഇറങ്ങി ഓടിയാലോ? ഞാൻ എഴുന്നേറ്റ് എന്താ കുഴപ്പം? നിനക്കിപ്പോ തീരെ സുഖമില്ല. ഇപ്പൊ റെസ്റ്റ് എടുക്കേണ്ട സമയോ? നീ മൂവ് ചെയ്താ എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിൽ കെട്ടിയിട്ടിരിക്കുന്നത്. വലിയ കഷ്ടം നിങ്ങളുടെ കാര്യം. ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. എനിക്ക് എഴുന്നേക്കണം. ഇപ്പൊ പറ്റില്ല. നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. എനിക്കൊന്ന് വാഷ്റൂമിൽ പോണം. ഞാനും കൂടെ വരാം. വാ. ഹലോ ബോസ്. ഞാൻ പറഞ്ഞത് നിന്നെ കൂട്ടിക്കൊണ്ട് പോയി ആരതി ആരെങ്കിലും വിളിക്കാന്നാ. വെറുതെ ആവശ്യമില്ലാത്ത ആലോചിക്ക. ഞാൻ നിന്നെ പോലെ നോൺസെൻസ് അല്ല. നിനക്കിപ്പോ സുഖമില്ല. അവിടുന്ന് എങ്ങനെ ബാലൻസ് പോയാ? ബാത്റൂമിൽ എങ്ങനെ തലയടിച്ച് വീണു പോയാലോ? എനിക്ക് വീഴാതെ സൂക്ഷിക്കാൻ അറിയാം. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. ശരി ശരി, വാ. ഈ കയറ്. കൊച്ചേ, ഇപ്പൊ എങ്ങനെയുണ്ട്?
ഒരു കുഴപ്പമില്ലല്ലോ അല്ലേ അമൂല്യ? എനിക്ക് അങ്ങനെ എന്താ സുഖം? എല്ലാരും എന്നെ കാണാൻ വേണ്ടി വന്നതാണോ? നിനക്കൊട്ടും വയ്യാന്നും പറഞ്ഞ് വേദാന്ത് ഞങ്ങളെല്ലാവരും വിളിച്ചു വരുത്തിയതാ. ഞാനും വന്നിട്ടുണ്ട് മേഡം. നിങ്ങളിപ്പോ ഓക്കെ അല്ലേ? എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. എന്നെ നോക്കാനായിട്ട് ആരും വരേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും പേരും നിനക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ടെൻഷനായിട്ട് വന്നതാ മൂല്യ. ചേട്ടൻ പിന്നെ നിന്നെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും താഴെ കാണും. ആക്ച്വലി ഞാൻ ആ മെസ്സേജ് കണ്ടപ്പോ ആകെ ഷോക്കായി പോളിയാ. എന്റെ കാര്യം അങ്ങനെ തന്നെയാ. ആക്ച്വലി ഞാൻ എന്റെ ഭാര്യയുടെ കൂടെ ഒന്ന് ഒരു രാത്രി ഇവരെന്താ പറയുന്നത്? അതിന്റെ അർത്ഥം നീ അവരെക്കാളും ചൈൽഡിഷ് ആണെന്ന്. ശരി മാഡം, വിട്ടുകളാ. നീ ഇത്രയും ദിവസം പറഞ്ഞതൊക്കെ ഞാനും കേട്ടല്ലോ. ആരതി, അമ്മ ഓക്കെ ആണോ? ഇപ്പൊ കുറവുണ്ടോ? അമ്മു ഇപ്പൊ ഒക്കെയാണ്. പക്ഷേ വേദാന്ത് ചേട്ടന് പനി തുടങ്ങിയിട്ടുണ്ടോന്ന് എനിക്ക് ചെറിയൊരു സംശയം. ചേട്ടന് പനി തുടങ്ങിയെന്നോ? നീ എന്തൊക്കെ ഈ പറയുന്നായിരുന്നേ? ഇത് വേറെ തരം പനിയാ. യു മീൻ ലവ് ഫീവർ ആണോ ആരതി? ആ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കാം. കിടക്ക്. ഞാൻ കിടന്നോളാം. നിങ്ങൾ താഴേക്കല്ലേ, എല്ലാരും വെയിറ്റ് ചെയ്യാം. പ്രായത്തിൽ ഞാൻ നിന്നെക്കാളും മൂത്തതാ. സോ നീ പറയുന്നത് ഞാൻ കേൾക്കണ്ട, ഞാൻ പറയുന്നത് നീ കേട്ടാ മതി. കിടക്കവിടെ. കിടന്നോളാന്നാ ഞാൻ പറഞ്ഞേ, അല്ലാതെ ഡാൻസ് കളിച്ചോളാന്നല്ല. മരുന്നെല്ലാം കഴിച്ചു, കഞ്ഞിയും കുടിച്ചു. ഇനി നല്ല കുട്ടിയെ കിടക്ക്. എണീച്ചെന്ന് ഞാൻ അറിഞ്ഞ അടി കിട്ടും. കിടക്ക്. ഇപ്പോഴും ഫ്രണ്ട്സ് ആണെന്ന് പറയും, പക്ഷെ പ്രവൃത്തിയിൽ അതിനേക്കാളും കൂടുതൽ കാണിക്കും. വെറും ഫ്രണ്ട് ആണെങ്കിൽ ഇത്രയൊക്കെ ചെയ്യോ? പനിയല്ലേ, ശരിയാവും. ഒരു ദിവസം ലീവ് എടുത്തോ, പാർട്ടിയൊക്കെ കുറച്ച് കാഷ്വൽ ആയിട്ട് നടത്തും. പക്ഷെ അവരാണെങ്കിൽ അങ്ങനെയും ചെയ്യുന്നില്ല. നീ എന്താ ഉറങ്ങാത്തെ? ഇപ്പൊ നന്നായി ഉറങ്ങിക്കഴിഞ്ഞാ നാളെ ആവുമ്പോഴേക്ക് ഈ പനിയൊക്കെ പമ്പ കടക്കും. ഉറങ്ങിക്കോ. ചുമ കൂടുകയാണെങ്കിൽ നീ എന്നോട് പറയേ. വെള്ളം ചൂടാക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ആവി പിടിച്ചാൽ നല്ല ആശ്വാസം കിട്ടും. ഇതാ നോക്ക്, നിനക്ക് നല്ല തലവേദന ഉണ്ടെങ്കിൽ ഒന്ന് ആവി പിടിച്ചാ മതി. വിക്സ് എന്തെങ്കിലും തേക്കണമെങ്കിൽ എന്നോട് പറ. മനസ്സിലായോ? നിങ്ങൾ എന്തിനാ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നീ എന്തിനാ എന്റെ ഫാമിലിക്ക് വേണ്ടി മൈസൂരിലുള്ള അവരുടെ വീട്ടിലേക്ക് പോയത്? എന്റെ അമ്മ, എന്റെ കണ്ണ് പോയേ. കണ്ണ് എന്തായിരുന്നു ഇത്? ഞാൻ സിനിമയിൽ ഹീറോ ഹീറോയിന് സർപ്രൈസ് കൊടുക്കാൻ പോകുന്ന പോലെ സർപ്രൈസ് തരാൻ വേണ്ടിയല്ലേ വന്നത്. എന്നിട്ടിപ്പോ അയ്യോ സോറി വിക്കി, ഞാൻ വന്നത് കണ്ടില്ല. ഓ, കണ്ടില്ലായിരുന്നോ? എന്നാ വിട്ടേക്ക്, അത് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം. വിഷമായോ? ഇപ്പോഴും കണ്ണു നീർന്നുണ്ടോ? അയ്യേ, അത് വിട്ടേക്കാരുതേ. വിഷം കഴിച്ചിട്ട് പോലും ഒന്നും പറ്റാത്ത ബോഡി എന്റേതാ. അപ്പോഴാ ഇത്. അതുപോലെ എന്താ ഉണ്ടാക്കുന്നേ? എല്ലാരും വന്നിരിക്കല്ലേ, അതുകൊണ്ട് ഞാൻ ബജ്ജി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എന്നാ ഞാനും ഹെൽപ്പ് ചെയ്യട്ടെ? ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യോ? എന്താ ചോദിക്കുന്നേ? ഭാവി ഭാര്യയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന തന്നെ ഒരു വലിയ സന്തോഷമല്ലേ? എന്ത് ഹെൽപ്പ് നിനക്ക് വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് ചെയ്യണം. ഷോർ. വെറുതെ പോയി ആ മൂലയ്ക്ക് പോയി ചുമ്മാതിരുന്നാ മതി. അതാണ് വിക്കിക്ക് ചെയ്യാൻ പറ്റിയ ഹെൽപ്പ്. സത്യമായിട്ടും? സത്യമായിട്ടും. ശരി, ആയിക്കോട്ടെ. വിക്കി, ഒരു മിനിറ്റ്. വിഷമിക്കണ്ട കേട്ടോ. ഇന്നാ പിടിച്ചോ. വിക്കി, എന്ത് ഇത്? ഓൾറെഡി 2 വിക്കറ്റ് പോയല്ലോ. എന്ത്?
2 വിക്കറ്റോ? അഞ്ജു, ടി വി ഒന്ന് ഓണാക്കിയ. പുറത്തു പോയാൽ കളിക്കാൻ പറ്റുന്നില്ല. ടിവിയിലെങ്കിലും കളിയാണട്ടെ. അയ്യോ അതല്ലേ. ആരതി, നീയും വന്ന് ജോയിൻ ചെയ്യ്. ഫുഡൊക്കെ പിന്നെ ഉണ്ടാക്കാം. എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് മാച്ച് കാണാനേ. വിക്കിച്ചേട്ടാ, ആ ആരതി ചേച്ചിനെ വിളിക്കണ്ട. അവളൊരു പാവല്ലേ. ഇപ്പോൾ ഇന്ത്യ ജയിക്കണോ വേണ്ടേ? ഇന്ത്യ ജയിക്കാൻ ഒരു ബോളിൽ 100 റൺ എടുക്കേണ്ടി വന്നാൽ പോലും ഇന്ത്യ തന്നെ ജയിക്കും. കാരണം ഇന്ത്യയുടെ ഡൈഹാർഡ് ഫാൻസാ നമ്മള്. ഇന്ത്യ തോൽക്കും നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ടി വി ഓൺ ചെയ്ത അരമണിക്കൂർ വരെയെങ്കിലും ആരതി ചേച്ചി ടി വി നോക്കാൻ പാടില്ല. അവളെങ്ങനെ നോക്കിയാ ഇന്ത്യ പിന്നെ ജയിക്കേയില്ല. എന്തുവാടേ ഇത്? ആരതി അരമണിക്കൂർ മുന്നേ ടി വി ഓണാക്കിയ ഇന്ത്യ തോൽക്കുമെന്നോ? ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. ചേട്ടാ, ചേട്ടന് ഇതൊന്നും മനസ്സിലാവില്ല. സച്ചിൻ തെണ്ടുൽക്കർ കരിയർ മുഴുവനും ലെഫ്റ്റ് ലെഗാ ബാറ്റിങ്ങിന് വെച്ചിരുന്നെന്ന് അറിയോ? അറിയില്ലല്ലേ. ഇന്ത്യ ബാറ്റ് ചെയ്യുമ്പോ പാർട്ട്ണർഷിപ്പ് നന്നായിരിക്കുന്ന സമയത്ത് സൗരവ് ഗാംഗുലി എങ്ങനെ അവിടെ ഉണ്ടെങ്കിൽ ആരെയും ഇരുന്നെടുത്തുനിന്ന് എണീക്കാൻ വേണ്ടില്ലായിരുന്നു. ആരെങ്കിലും എണീറ്റാൽ ഔട്ടാവുന്ന്. അതേപോലെ നമ്മുടെ വീട്ടിൽ ആരതി ചേച്ചി ടി വി ഓൺ ചെയ്ത് മാച്ച് നോക്കിയാലുണ്ടല്ലോ, തോൽവി ഉറപ്പാ. അഞ്ചു കൊച്ചേ, നിനക്ക് ക്രിക്കറ്റിനെ പറ്റി ഇത്രയ്ക്കൊക്കെ നോളജ് ഉണ്ടായിരുന്നു? ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാ ചേട്ടാ. എല്ലാ കളിയുടെയും സ്റ്റാറ്റിസ്റ്റിക്സും എനിക്കറിയാം. ഞാൻ എന്തിനാ ഇവരുടെ ഇടയിൽ ബന്ധപ്പെട്ടതെന്ന് മനസ്സിലാകുന്നില്ലല്ലോ ദൈവമേ. അല്ല, ഇതൊന്നും എനിക്കറിയില്ലല്ലോ. അത് സാറില്ല അഞ്ചു കൊച്ചേ, നിനക്കിതിന്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു ചേട്ടാ. അളിയാ, അവള് പറഞ്ഞ സത്യാണോ? ക്രിക്കറ്റിൽ ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളെ കുറിച്ച് പറയുന്ന കാര്യമൊക്കെ ശരിയാണ് അളിയ. അതത്രയ്ക്ക് ചെറിയ കാര്യമൊന്നുമല്ല. എന്തൊക്കെയായാലും നമ്മൾ ഇന്ന് വീട്ടിൽ പോകുന്ന പരിപാടിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് മാച്ചൊക്കെ കണ്ട് നമുക്ക് ഇവിടെ തങ്ങാൻ കൂടിയാലെന്താ? പിന്നെന്താ അളിയാ? അയ്യോ അളിയാ, ദേ 6. ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഇതെന്റെ ലക്കി പ്ലേസാ. നിന്റെ അടുത്ത് ഞാനും ഒരു മാച്ച് നമ്മൾ ഒരുമിച്ച് എന്ന് ജയിപ്പിച്ചല്ലേ. ജീവിതത്തിൽ ഇത്രയും ടെൻഷനോടെ ക്രിക്കറ്റ് കളി കാണുന്നത് ആദ്യമായിട്ടാ ഞാൻ. ശരി, നമുക്കെല്ലാവർക്കും താഴെ ഇരുന്ന് ടി വി ഉണ്ടല്ലോ. അത് നീ ഇനി ഒന്നും പറയണ്ട മൂല്യ. എനിക്ക് എല്ലാ കാര്യവും മനസ്സിലായി. നീ എനിക്ക് വേണ്ടിയും എന്റെ ഫാമിലിക്കും വേണ്ടി എടുത്ത ആ റിസ്കിന്റെ മുൻപില് ഇതൊന്നും ഒന്നുമല്ല. ഇന്ന് ഞാൻ വേറൊരു തെറ്റും കൂടെ ചെയ്തു. ഇമെയിൽ അയച്ച കാര്യത്തിൽ ഞാൻ മുന്നും പിന്നും നോക്കാതെ ഒരുപാട് നിന്നെ വഴക്ക് പറഞ്ഞു. നീ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ എല്ലാരും നോക്കി നിന്നപ്പോ എന്റെ കൺട്രോൾ വിട്ടുപോയി. ഞാൻ വിചാരിച്ചതിനേക്കാളും എത്രയോ നല്ല കുട്ടിയാ നീ. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. ഞാനപ്പോ വഴക്ക് പറഞ്ഞപ്പോ നിനക്ക് ഒരുപാട് വിഷമമായി കാണുമല്ലേ? ആ ഡീല് കൈവിട്ട് പോയാൽ നമ്മുടെ കമ്പനിക്കുണ്ടാവുന്ന ലോസിനെ പറ്റി ഞാൻ ആലോചിച്ചുള്ളൂ. ഞാൻ ചെയ്ത തെറ്റിന് ഇപ്പോഴെങ്കിലും നിന്നോട് സോറി പറഞ്ഞില്ലെങ്കിൽ എന്റെ ലൈഫിൽ ഒരു സമാധാനവും കിട്ടില്ല. ഐ എം റിയലി റിയലി സോറി. എന്നോട് നീ ക്ഷമിക്കും. നിങ്ങൾക്ക് എന്നോടുള്ള വിശ്വാസം പോയി എന്ന് പറഞ്ഞില്ലേ, അതാ എനിക്ക് ഹേർട്ടായത്. ഇതുകൊണ്ടാ ഞാൻ നിന്നെ കഴുതേന്നൊക്കെ വിളിക്കുന്നത്. ദാ നോക്ക്, ഞാൻ നിന്നെ വിശ്വസിക്കാതിരിക്കുവോ? സത്യം പറഞ്ഞ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വിശ്വാസമുള്ളത് നിന്നെ തന്നെ. അതെന്റെ അവസാനം വരെ ഉണ്ടാവും. ഐ എം സോറി കഴുതേ. ഞാൻ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചു അല്ലേ? ആ മൊമെന്റിൽ ഞാൻ അങ്ങനെ പെരുമാറിപ്പോയി. ഐ കാൺട്ട് കൺട്രോൾ മൈസെൽഫ്. ഐ എം റിയലി സോറി. എംഎൽഎയുടെ വീട്ടിലേക്ക് നിങ്ങളോട് പറയാതെ പോയതിന് എന്റെ ഭാഗത്തുനിന്ന് സോറി. കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദേഷ്യമായ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്നുള്ള പേടിയായിരുന്നു എനിക്ക്. നിന്റെ ധൈര്യം സമ്മതിക്കണം മൂല്യ. നിന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. താങ്ക് യു. വേദനിക്കുന്നു. വാട്ട്? കൈ വേദനിക്കുന്നു. നീ ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഡീജെ,
കള്ളച്ചെറുക്കൻ. ആരതി ഒന്ന് വേഗം വന്നേ. എന്റെ അളിയനും അനിയത്തി എന്നെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുക. നീ ചുമ്മാ ടി വി കാണടാ, ഞങ്ങൾ എന്തിനാ നോക്കുന്നേ? അത് തന്നെ, ഇനി പരസ്യം വന്നാലും കണ്ണ് ചിമ്മാതെ മാച്ച് കണ്ടോണ്ടിരിക്കണം. ആരതി ഒന്ന് വേഗം വന്നേ. ചേട്ടാ, ചേച്ചി അരമണിക്കൂറാവും വരാനെന്ന് പറഞ്ഞില്ലേ? ഇന്ന് എന്തായാലും ഉറപ്പായിട്ട് 400 അടിക്കും, അത് ഷുവറാ. അയ്യോ, ക്യാച്ച് ക്യാച്ച് ക്യാച്ച്. പോയി ആ ക്യാച്ച് എടുത്തില്ല. ഈടാ മോനെ, സുമേഷേ, താൻ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ റൂൾസ് ഫീൽഡറാ. എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? ഒരു പണിയില്ലാതെ വെറുതെ ഇരിക്കുന്നവനെന്നർത്ഥം. ഇത്രയും ദിവസം നിന്നെ വിളിക്കാൻ ഒരു പേര് കിട്ടിയില്ല, ഇപ്പൊ അവൻ തന്നെ അവനൊരു പേരിട്ടു. പക്ഷേ വേദാന്ത ചേട്ടൻ എത്ര റൊമാൻറ്റിക് ആണല്ലേ. അമ്മൂലേക്ക് പനിയാണെന്ന് അറിഞ്ഞതിന് ശേഷം ഓടി വന്നില്ലേ? എനിക്ക് പനിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങളും തോന്നുന്നുണ്ടല്ലോ. എന്റെ പനി നിങ്ങൾക്ക് ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ടെന്നാ തോന്നുന്നേ. ഭാഗ്യം പനി പിടിച്ചില്ല, പക്ഷെ ചിലപ്പോ വരും. ചേച്ചിയോട് ഞാൻ കഞ്ഞി ഉണ്ടാക്കാൻ പറയട്ടെ? ഞാൻ സത്യമായിട്ടാ പറഞ്ഞത്. ഈ ചുമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇറിറ്റേറ്റിംഗാ. ആദ്യം തന്നെ മരുന്ന് കഴിക്കുന്ന നല്ലത്. ഞാനൊന്ന് തുമ്മേനാണോ നീ കിടന്ന് കാറുന്നത്? അങ്ങനെയൊന്നുമില്ല, ഞാൻ നിങ്ങളെ ഇമിറ്റേറ്റ് ചെയ്തതാ. ചെറിയ പനി വന്നതിന് നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തില്ലേ? ഇതിനൊരു കുറവുമില്ല അല്ലേ? ചേട്ടാ, മാച്ച് സൂപ്പറാ. കാണാൻ വരുന്നുണ്ടോ? കുഴപ്പമില്ല മോളെ, നിങ്ങൾ കണ്ടോ? ഇവക്ക് വരാൻ പറ്റില്ല. എന്താ വായും പൊളിച്ചിരിക്കുന്നത്? കിടക്കാൻ നോക്ക്. പ്ലീസ് പ്ലീസ് പ്ലീസ്, എനിക്ക് മാച്ച് കാണണം. അവിടെ എല്ലാരും കാണുമല്ലേ? പ്ലീസ്, ഞാൻ പോട്ടെ. പ്ലീസ് 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 പ്ലീസ്. ചേട്ടാ, ഇനി ഒരു ദോശ കൂടി എടുക്കട്ടെ? അഞ്ചു കൊച്ചേ, ആ ദോശയുടെ കാര്യം ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേ. അത് വർക്ക് ആവുന്നുണ്ട്. ഒരു തവണ പറ. പിന്നെ ദോശയിലല്ലേ 6 ഇരിക്കുന്നത്? സിംഗിൾ റീസിംഗിൾ പോകേണ്ടതല്ലേ? അല്ലാതെ പിന്നെ നിന്റെ ദോശ കാരണം ഒരു 6 ആ പോയതിപ്പോ. എന്താ